ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം, ഭാഗം 2163. ഇന്ന് ഡിസംബർ മാസം 2-ാം തീയതി, ഈ ആണ്ടിലെ 336-ാമത്തെ ദിവസത്തിലെത്തി. മറിയമെന്ന അമ്മയെ മൗനപൂർവ്വം ധ്യാനിച്ചുകൊണ്ട് ആട്ടിടയന്മാരുടെ പിന്നാലെ നമ്മളും പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിലാണ്. അവിടെ നമ്മൾ ഇത്തവണയെങ്കിലും കാണാതെ തിരിച്ചറിയാതെ പോകരുത് ഒരാൾ. അറിഞ്ഞോ അറിയാതെയുമൊക്കെ നമ്മൾ അവഗണിച്ചു കളഞ്ഞ് പരിഗണിച്ചിട്ടില്ലാത്ത ഒരാൾ. വലിയ വർത്തമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അല്ല, ചെറിയ വർത്തമാനങ്ങളും പറയാതെ പോയ യേശുവിന്റെ ഭൂമിയിലെ വളർത്തുപിതാവ് യൗസേപ്പ് എന്ന് പറയുന്ന മരപ്പണിക്കാരനെ കുറിച്ചാണ്. എന്തായാലും ഈ മനുഷ്യനെ ഒന്നും കൂടി ഒന്ന് അടുത്തെറിഞ്ഞേ മതിയാവും. യേശു വഴികളിൽ സഞ്ചരിക്കുന്ന ഏതൊരാളും ചേർത്ത് പിടിക്കേണ്ട ഒരാൾ തന്നെയാണ് യൗസേപ്പ് പിതാവ്. താനറിയാതെ മറിയം ഒരു കുഞ്ഞിന്റെ അമ്മയാകുന്നെന്ന് അറിവിൽ താനിമ വിവാഹം കഴിഞ്ഞ് മറിയത്തെ മാനസികമായും യഹൂദ നിയമപ്രകാരം സാമൂഹ്യമായും വലിയ ശിക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുമായിരുന്നെങ്കിലും വിട്ടുകൊടുക്കാതെ യോസേപ്പ് നീതിമാനായാൽ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ മാത്രം തീരുമാനിച്ച യോസേപ്പ് കർത്താവിന്റെ ദൂതൻ നൽകുന്ന വാക്കുകൾ അനുസരിച്ച് അവളെ പിന്നീട് സ്വീകരിക്കുന്ന യോസേപ്പ്. നമ്മുടെ ചുറ്റിനുമുണ്ട് ഇങ്ങനെ ഒരുപാട് യൗസേപ്പുമാര്. അവർ അധികം സംസാരപ്രിയരല്ല. ആരെയും വേദനിപ്പിക്കാനായിട്ട് അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അവർ നിശബ്ദരാണ്. പൊതുവെ എതിരെ നിൽക്കുന്ന ആരും, അത് ശത്രുപക്ഷക്കാരനായാലും അയാളുടെ സകല ദുർഗുണങ്ങളും കൃത്യമായി അറിയാമെങ്കിലും വേദനിപ്പിക്കാതിരിക്കാൻ വല്ലാതെ മാന്യത കാട്ടുന്ന ഒരാൾ. സ്വന്തം കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ എന്ന് മാത്രമല്ല, തനിക്ക് പുറത്തു നിൽക്കുന്ന ആരെയും കാര്യമറിയാതെ വിധിക്കാത്ത ഒരാൾ. നമ്മുടെ ഈ കാലഘട്ടം എന്താണ്? ലൈക്കിനും ഷെയറിനും പബ്ലിസിറ്റിക്കും വേണ്ടി മനുഷ്യജീവിതങ്ങളെ വല്ലാതെ അപമാനിക്കുകയും കൊല്ലാക്കൊല ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ മറിയം എന്ന സ്ത്രീയെ വ്യക്തമായും ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് ചേർത്തുകൊള്ളുന്ന നീതിമാനായൊരു മനുഷ്യൻ. യൗസേപ്പിനെ പോലെ ദൈവത്തിന്റെ സ്വരം കേൾക്കാനും ശ്രദ്ധിക്കാനും സ്വീകരിപ്പാനും അങ്ങനെ നീതിമാനായി മാറാനൊക്കെ ആയിട്ട് നമുക്കും ഒരു അവസരവും ഭാഗ്യവും കിട്ടണമെന്ന് കൂടി ക്രിസ്മസിലേക്ക് നടന്നെടുക്കുന്ന ഓരോ ദിനവും നിമിഷവും നമുക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതെ, ഈ പിതാവിനെ അവഗണിച്ച് ഇനിയും നമ്മൾ മുമ്പോട്ട് പോകരുത്, പരിഗണിച്ചേ തീരും. ആമേൻ.